നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്നിവിടെ പറയുന്നത് ഒരു വശീകരണ മന്ത്രമാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ആളുകളെ അവരുടെ സ്നേഹം നമുക്ക് നേടാൻ പറ്റിയിട്ടുള്ള മന്ത്രമാണ്. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, ദുരുപയോഗം ചെയ്യാനുള്ള മന്ത്രമല്ല, നമ്മളൊരു വ്യക്തിയെ കബളിപ്പിക്കാനല്ല, ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുള്ള ആളുകളോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ഇടയിലെ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ട് കാമുകന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള മന്ത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മന്ത്രം ജപിക്കുന്നത്, അതിൻ്റെ രീതികളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ജ്യോതിഷപരമായിട്ട് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ച് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനന സമയം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ ഇല്ലാത്ത ആളുകൾക്ക് അവരവരുടെ കൈരേഖകൾ, മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൈയുടെ രേഖയുടെ ഫോട്ടോ തന്നു കഴിഞ്ഞാലും നമുക്ക് അവരുടെ ഫലങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ അതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. കാമദേവൻ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ, അതുപോലെ തന്നെ ലളിത ത്രിപുരസുന്ദരി ദേവി. അപ്പോൾ ഈ 3 ദേവതകളിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ ഒരു ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഒരു മൺചിരാതോ അല്ലെങ്കിൽ ഒരു ദീപമോ അതിന് മുന്നിൽ തെളിയിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ കുളിച്ച് ശുദ്ധമായ ശേഷം വെള്ളയോ ചുവന്ന നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ച്, നിങ്ങൾ രാവിലെയാണ് ജപിക്കുന്നതെങ്കിൽ കിഴക്കോട്ടും, അതുപോലെ വൈകിട്ടാണ് ജപിക്കുന്നതെങ്കിൽ പടിഞ്ഞാറോട്ടും നിങ്ങൾ തിരിഞ്ഞിരിക്കേണ്ടതാണ്. അതിനുശേഷം ആ ഏത് ദേവതയാണോ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്, ആ ദേവതയെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ഓം ക്ലീം, അതുപോലെ നമ്മൾ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് വശമാനയ സ്വാഹ. അപ്പോൾ മന്ത്രം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരാണ് ക്ലെയിം എന്ന ബീജാക്ഷരം കഴിഞ്ഞ് ചേർക്കേണ്ടത്. പിന്നെ വശമാനയ സ്വാഹ 108 തവണയാണ് ജപിക്കേണ്ടത്. ജപിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് ഓർത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു ജപത്തിന് ശേഷം അല്പം കർപ്പൂരം കത്തിച്ച് ആ ഫോട്ടോയെ നമ്മളിങ്ങനെ ഒഴിയേണ്ടതാണ്, ആരതി ഒഴിയേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാര്യസാധ്യം പറഞ്ഞ ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കാവുന്നതാണ്. വളരെയധികം ഫലപ്രാപ്തിയുള്ള ഒരു ലളിതമായിട്ടുള്ള മന്ത്രമാണ്. പക്ഷേ വളരെ ഏകാഗ്രതയോട് കൂടിയിട്ടും ജപിക്കുന്ന ആളുടെ ഉദ്ദേശശുദ്ധിയുമാണ് ഈ മന്ത്രത്തിൻ്റെ ഫലം നിശ്ചയിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾക്കും വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർക്കും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞ കാമുകന്മാർക്കൊക്കെ ഈ ഒരു മന്ത്രം ഉപയോഗപ്പെടുന്നതാണ്. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോയെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദി.